മലപ്പുറത്ത് SIRന്റെ പേരിൽ വീട്ടിലെത്തി കവർച്ച. തിരൂർ വെട്ടിച്ചിറയിലാണ് സ്ത്രീവേഷത്തിലെത്തിയ യുവാവ് വീട്ടമ്മയുടെ സ്വർണ്ണാഭരണങ്ങൾ കവർന്നത്. വീട്ടമ്മയുടെ കഴുത്തിനും വിരലുകൾക്കും സാരമായി പരിക്കേറ്റിട്ടുണ്ട്. സോണൽ കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ് ഇനി. ഞാനീ നിൽക്കുന്ന വീട്ടിലാണ് ഇന്നലെ ഉച്ചയോടെ മോഷണം നടന്നിട്ടുള്ളത്. മോഷണം എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് വലിയ കവർച്ച നടന്നിട്ടുള്ളത് എന്നുള്ളതാണ്. മലപ്പുറം ജില്ലയിൽ വിവിധ ഇടങ്ങളിലായി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇത്തരത്തിൽ സ്വർണ്ണ കവർച്ച പതിവ് സംഭവമായി മാറുകയാണ്. ഏറ്റവും ഒടുവിലാണ് ഇന്നലെ വെട്ടിച്ചിറയിൽ ഇത്തരം സംഭവം നടന്നിട്ടുള്ളത്. എന്താണ് ശരിക്കും ഇന്നലെ സംഭവിച്ചത്? ഇന്നലെ കാക്ക പള്ളിയിൽ പോയ ടൈമാണല്ലോ, 1 മണി ടൈമിൽ ഞങ്ങളെല്ലാവരും പള്ളിയിലാണ്. പള്ളിക്കന്ന് പോയ ടൈമിലാണ് ഇയാൾ ഇടിക്കുടി താഴത്തെ ഭാഗത്ത് കൂടിയാണ് കയറി വന്നിട്ടുള്ളത്. അവിടെ പറമ്പിൽ പോത്ത് നോക്കുന്ന ഒരാൾ കണ്ടിട്ടുണ്ട് വരുന്നത്. അങ്ങനെ അവിടുന്ന് ഈ വേഷത്തിലാണ് അല്ലേ? അല്ല, അവിടുന്ന് വരുമ്പോൾ ആണിൻ്റെ വേഷമാണ്. ഒരു നീല ഷർട്ടും പിന്നെ ഒരു പാൻറ്റും ഇട്ട് മാസ്ക് ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു ബാഗും കയ്യിലുണ്ട്. അങ്ങനെ കയറി വന്ന് ഇവിടെ വന്നിട്ട് പിന്നെ ആക്രമിച്ച് പോയത് ഈ ഭാഗത്ത് കൂടിയാണ് പോയിട്ടുള്ളത്. ഞങ്ങളെല്ലാവരും പള്ളിയിലായിരുന്നു. ഞങ്ങൾ വന്നപ്പോൾ തന്നെ ഇവിടെ ആൾ രക്ഷപ്പെട്ടിട്ടുണ്ട്. ആക്രമിക്കപ്പെട്ടിട്ടുണ്ടല്ലോ? ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. മറ്റേ വീടിൻ്റെ ഉള്ളിൽ നിസ്കാര റൂമുണ്ട്, അതിലേക്ക് അവരെ വലിച്ചു കൊണ്ടുപോയിട്ട് അവിടെ ഇട്ട് ചവിട്ടി അവരെ കാതിൽ മറ്റേ ഇതിലുള്ള കഴുത്തിലുള്ള മാല പറിച്ചു. പിന്നെ കയ്യിലുള്ള കടകവള വലിച്ചൂരി. പിന്നെ ഇപ്പുറത്തെ കയ്യിൽ വളകളുണ്ട്, അത് ആണ് എടുക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തി. അപ്പോൾ പിന്നെ താത്ത ഒച്ച വെച്ചു, ശബ്ദം കൂട്ടിയപ്പോൾ എന്ത് ചെയ്തു, അത് ഇട്ട് ഓടുകയാണ് ചെയ്തിട്ടുള്ളത്. ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുള്ളൂ, വലിയ സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. നമുക്ക് എന്താ വെച്ചാൽ എത്രയും പെട്ടെന്ന് ഈ ആളെ കണ്ടെത്തണം എന്നുള്ളതാണ് നമ്മളെ ഒരു പ്രതീക്ഷ. പോലീസ് ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവണം. തീർച്ചയായിട്ടും വലിയ ആശങ്കയാണ്. കാരണം ഇവിടെ നമ്മളെ ഈ പ്രദേശത്ത് കുറേ കാലങ്ങളായിട്ട് ഇങ്ങനെ സംഭവം ഉണ്ടാവാറില്ല. പക്ഷേ ഇന്നലെ ഈ സ്ത്രീയുടെ ഭാഗ്യം എന്ന് പറയാം, നഫീസാത്താൻ്റെ ഭാഗ്യം എന്ന് പറയാം. ഒരു ഡേഞ്ചർ അപകടം ഉണ്ടായപ്പോൾ, കാരണം ആ സ്ത്രീനെ ഒരു വലിയ അപകടത്തിലേക്ക് പോയെടുത്തുനിന്ന് സ്വർണം കൊണ്ട് രക്ഷപ്പെട്ടതിൽ ഞങ്ങൾ ആ ഒരു കാര്യത്തിൽ ഞങ്ങൾക്ക് ആ സ്ത്രീ അപകടപ്പെടേണ്ടതായിരുന്നു. രണ്ടാമത്തെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ ഭർത്താവ് പള്ളിയിൽ പോയിരുന്ന സമയമായിരുന്നു. പരിസരത്തൊന്നും ആളുകളുണ്ടായിരുന്നില്ല. ഞങ്ങളുടെ ഇപ്പോൾ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ പരിസരം ഈ പൂളമംഗലം മഹലിൻ്റെ പ്രദേശത്തിൽ മൊത്തത്തിൽ ആളുകൾ മൊത്തം ഒരു വല്ലാത്തൊരു പ്രയാസത്തിന് നിൽക്കുകയാണ്. കാരണം ഈ ഒരു അപകടം നമുക്കൊന്ന് നടക്കുമെന്നുള്ളൊരു സ്ത്രീകൾ നിലനിന്നുകൊണ്ട് നിൽക്കുകയാണ്. 4ഓളം പവൻ വരുന്ന അതായത് സ്വർണ്ണമാലയും കയ്യിലെ വളയും ഉൾപ്പെടെ 4ഓളം പവൻ വരുന്ന സ്വർണ്ണമാണ് മോഷ്ടിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും പോലീസ് ഉദ്യോഗസ്ഥർ സംഭവ സ്ഥലത്തെത്തി കൃത്യമായിട്ടുള്ള പരിശോധന നടത്തിയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് പിടികൂടും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഈ പ്രദേശവാസികളും കുടുംബവും ഉള്ളത്.